വീട്ടിൽ വന്നാൽ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ കാന്താരി, അങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് പറിക്കലാണ്. നമ്മൾ പറിച്ചാലേ ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളിതെല്ലാം പറിച്ചെടുക്കും. ഇതൊക്കെ കണ്ട കിളിയൊക്കെ കൊത്തി തിന്നു തുടങ്ങി. പിന്നെ വീടിനോട് ചേർന്ന് തൊട്ടടുത്തുള്ളത് നമ്മൾ പപ്പയ്ക്കും അമ്മയ്ക്കും പറിക്കാൻ വേണ്ടി മാറ്റി വെക്കും. ബാക്കി അടുത്തുള്ളതിനെയാണ് നമ്മൾ പറിച്ച് കൊണ്ടുപോവുക. നമുക്ക് പിന്നീട് ഒരു 1.5 മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള കിട്ടും. ഇതൊക്കെ പഴുത്ത് ചാടിപ്പോയി കുറേ. ഒരു നല്ലോണം പറിച്ചാൽ മാത്രമേ കാന്താരിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ വെയിറ്റ് വന്നത് ഒടിഞ്ഞു പോയാൽ പിന്നെ കമ്പ് 1 മുതൽ മുളച്ച് വരണം. റബ്ബർ തോട്ടമായതുകൊണ്ട് നമ്മൾ നടുവൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഇത് കവുങ്ങിൻ്റെ കൊക്കോക്കോൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ തൈ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വളം ഇട്ട് കൊടുത്തപ്പോൾ ഇതിനും കൂടെ കൊടുത്തു. നിറയെ കായുണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാം ഓരോ കാന്താരി ഓരോ ടൈപ്പ്. അതാണ് എൻ്റെ പ്രത്യേകത. ഇതൊരു നീളം ടൈപ്പാണ്. ഇത് ഇത്രയും മൂക്കത്തുള്ളൂ, ഇത്രയും വലുതാകത്തുള്ളൂ. ഉണ്ട് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത് പഴുത്തു. പിന്നെ തൊട്ടടുത്തുള്ളത് വേറെ ടൈപ്പ്. ഇതിൻ്റെയൊക്കെ ഞാൻ പറിച്ചിട്ടോ ഒരിച്ചിരി ഒരു ഉരുണ്ട മോഡൽ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളിതെല്ലാം പറിച്ചെടുക്കണം, എന്നാലേ പുതിയത് ഉണ്ടായി വരുള്ളൂ. നമ്മുടെ ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കുക. പിന്നെ കുറച്ച് അതിൽ തന്നെ കിടക്കും, കിളികളൊക്കെ കൊത്തി തിന്നും. എരിവായതുകൊണ്ട് പിന്നെ അത് വേറെ എവിടെയെങ്കിലും കാഷ്ടിച്ചിട്ട് അവിടെ ഉണ്ടാവും. നമ്മുടെ പറമ്പിൽ തന്നെ കാഷ്ടിച്ചാൽ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവും. ഒരു വേറെ പറമ്പിൽ നിന്ന് തിന്ന് കഴിച്ച് കൊണ്ടുപോയിട്ടാണല്ലോ നമ്മുടെ പറമ്പിലുണ്ടായത്. സോ അതൊരു പ്രക്രിയയായിട്ട് ഇങ്ങനെ പോകണം. നമ്മൾ ആവശ്യത്തിനുള്ളതെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കണം. നല്ലതായിട്ട് ഇത് വളരെ കുറച്ചെണ്ണം മതി. നമ്മൾ തോരനും കപ്പയ്ക്കും പിന്നെ ഉപ്പിലിട്ടും കഴിക്കാറുണ്ട്. അപ്പുറത്തോട്ടുള്ള 2-3 എണ്ണത്തിൽ നിന്നും കൂടെ ഞാൻ പറിച്ച് ഒരു പാത്രം ഏകദേശം നിറച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അമ്പഴങ്ങ പറിക്കാൻ നോർത്തു. അമ്പഴങ്ങ മൂത്തുകൊണ്ട് തോന്നുന്നു കേട്ടോ. അമ്പഴങ്ങ ഒരു പാത്രം അത്യാവശ്യം നിറയെ ഉണ്ട്. ഇത് തൊട്ടടുത്ത വീടാട്ടോ. അപ്പോൾ അമ്പഴങ്ങ മൂത്തത് നോക്കിയിട്ട് കുറച്ച് പഴുത്ത് ആണെങ്കിൽ നമ്മൾ അച്ചാറിടാറുണ്ട്. ഇത് കുറച്ച് മൂത്താണ് പറിക്കുന്നത്. മൂപ്പ് കുറഞ്ഞാണെങ്കിൽ നമുക്ക് മാങ്ങേൻ്റെ സെയിം ടേസ്റ്റ് ആട്ടോ, ചമ്മന്തി അരയ്ക്കും. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അണ്ടി കുറച്ച് മൂത്തിട്ടുണ്ടാവും. ഇത് ഉപ്പിലിട്ട് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കടിച്ച് തിന്നാം, ഒരു രസം. പിന്നെ ഇങ്ങനെ ഉണ്ടായി കാണാനാണ് ഏറ്റവും ഇഷ്ടം. ഇതൊന്നും കഴിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും ഉണ്ടായി കാണാനുള്ളൊരു ഇഷ്ടം. നമ്മൾ പറിച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ അകത്തെ പുതിയ പൂവും കൊലയ്ക്കൊക്കെ ഒരു സ്ട്രോങ് ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ ഉണ്ടായിട്ട് പോയതാട്ടോ. ഉണ്ടായിട്ട് നമ്മൾ ഇതൊക്കെ ഫുള്ള് പറിച്ചെടുത്തതാണ്. പിന്നെ ഇതും കൂടെ ഉണ്ട്. ഇത് നമ്മളൊരു ഭരണിക്കകത്താണിത് ഇട്ട് വെച്ചേക്കുന്നത്. കാരണം പന്നീൻ്റെ ആക്രമണം നല്ലതോളം ഉള്ളതുകൊണ്ട് പന്നി ഇത് കമത്തി മറിച്ചെടുക്കും. നമ്മൾ കൊണ്ടുവന്ന പാത്രം നിറയെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള എന്തെങ്കിലും കൊത്തൻ ചക്കയും ഇത് സാധനങ്ങളും കൂടെ കുറച്ചുകൂടെ നമുക്ക് പറിക്കാനുണ്ട്.